ഏഷ്യാനെറ്റ് റേഡിയോ 657 നിങ്ങളോടൊപ്പം ഞാൻ രാജീവ് കോടമ്പള്ളി. എനിക്ക് മുതിർന്ന സുഹൃത്തുക്കൾ ധാരാളമുണ്ട്. സുപ്രഭാതത്തിന്റെ അംഗങ്ങളായിട്ടുള്ള, നമ്മുടെ ഈ സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളായിട്ടുള്ള മുതിർന്നവർ ധാരാളം പേരുണ്ട്. കുട്ടിക്കൂട്ടുകാർ അതിൽ കൂടുതലായുണ്ട്. വിവിധ എമിറേറ്റ്സിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്തും അല്ലാതെ അവധി ദിനങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ ശ്രവിക്കുന്ന ഒരുപാട് കുഞ്ഞു കൂട്ടുകാരുണ്ട്. ഏഷ്യനെറ്റ് റേഡിയോയിൽ സുപ്രഭാതത്തിന്റെ ഒക്കെ സജീവ ശ്രോതാവായിട്ടുള്ള ഒരാളിന് ഒരു വമ്പൻ നേട്ടം ആർജിക്കുവാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. തീർച്ചയായും കഴിവുകൊണ്ട് തന്നെയാണ് ആ ഒരു നേട്ടം നേടാൻ കഴിഞ്ഞത്. സ്വാഗതം ചെയ്യുകയാണ് ഈ കുഞ്ഞു കൂട്ടുകാരിയെ നമ്മുടെ സുപ്രഭാതത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് മോളെ. പേര് പറയൂ. എന്റെ പേര് ലിയ ആൻഡ് ജോയ്. ലിയ ആൻഡ് ജോയ്. ലിയ ആൻഡ് ജോയ് സുപ്രഭാതം കേൾക്കാറുണ്ട്, ഏഷ്യനെറ്റ് റേഡിയോയുടെ പരിപാടികൾ കേൾക്കാറുണ്ട്. അച്ഛൻ നമ്മുടെ സജീവ ശ്രോതാവാണ്. ഏഷ്യനെറ്റ് റേഡിയോയുടെ പരിപാടികൾ പലതും അലൈനിലൊക്കെ സംഘടിപ്പിക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ജോയ് തനങ്ങാടൻ, അല്ലേ? അതെ അതെ. ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏഷ്യനെറ്റിന്റെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടുണ്ട്. അന്ന് ഫോട്ടോഗ്രാഫർ ആയിരുന്നു ലിയ ആൻഡ് ജോയ്. ശരി, അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് മോളെ. ഇപ്പൊ ഇതാ ഒരു വമ്പൻ നേട്ടമാണ് കയ്യിൽ വന്നിരിക്കുന്നത്. ഷെയ്ഖ് ഹംദാൻ പുരസ്കാരം നേടിയിരിക്കുന്നു. 2015 ഷെയ്ഖ് ഹംദാൻ പുരസ്കാരം നേടിയിരിക്കുന്നു. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചിട്ടാണ് ഈ ഒരു നേട്ടം ഉണ്ടായത്, ഈ ഒരു അവാർഡ് നേടാൻ കഴിഞ്ഞത്? ഫസ്റ്റ് ഓഫ് ഓൾ ഗോഡിന് താങ്ക് യു. പിന്നെ പേരൻസും ടീച്ചേഴ്സും ഒക്കെ കുറെ ഹെൽപ്പ് ചെയ്തു. ഇവിടെ വരെ എത്തിയത് അവരായിരുന്നു. പിന്നെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന കഴിഞ്ഞ 3 വർഷത്തെ അച്ചീവ്മെന്റ്സ്, ഓരോ വെറൈറ്റി, ഓരോ സ്ട്രീംസ് ഓഫ് എഡ്യൂക്കേഷൻ, ലൈക് ഹ്യൂമാനിറ്റേറിയൻ ആയാലും അക്കാഡമിക്സ്, ഏറ്റവും ഇമ്പോർട്ടന്റ് അക്കാഡമിക്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റേറിയൻ സ്കിൽസ്, പിന്നെ ഹോബീസ്, ടാലൻസ്, എൻവയൺമെന്റൽ, റിലീജിയസ്, എല്ലാ സ്ട്രീംസിലും അവര് നമ്മുടെ പ്രൊഫഷൻസി എല്ലാം നോക്കും. അപ്പൊ ഈ 3 ഇയേഴ്സിലെ ഓരോ അച്ചീവ്മെന്റ്സും, ഇന്റർനാഷണൽ ക്വിസ് പ്രോഗ്രാംസും എല്ലാവരും നോക്കുമായിരുന്നു. ഓക്കെ, അങ്കിളിന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെയാണ്. എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റിയാണ് താങ്കളുടെ ഭാഗത്തു നിന്ന്, മോളുടെ ഭാഗത്തു നിന്നുണ്ടായത്? ഞങ്ങൾ നാട്ടിൽ പോകുമ്പോ സാധാരണ പേരൻസ് ആണല്ലോ കൊണ്ടുവന്ന ഓർഫനേജില്. അപ്പൊ ചെറുപ്പം മുതല് ഫാദറും മദറും പിന്നെ ഗ്രാൻഡ് പേരൻസും ഒക്കെ പോക്കറ്റ് മണി തരുമായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ സേവ് ചെയ്ത് വെച്ച് ഞാൻ ഓർഫനേജസിൽ പോവാറുണ്ടായിരുന്നു. ഞാൻ ഹോം ഓഫ് ഫെയ്ത്ത്, കരുണാലയം, ആ ഓർഫനേജസ്, പിന്നെ പെലിക്കൻ സെന്ററിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ എൻവയൺമെന്റൽ വർക്ക്സും ചെയ്യുമായിരുന്നു ഞങ്ങൾ. ഇങ്ങനെ പ്ലാന്റിങ്, പിന്നെ നാട്ടിലെ ഓരോ ലോക്കൽ ഗ്രൂപ്പ്സിന്റെ ക്ലീനിങ്, അതിലൊക്കെ കൂടുമായിരുന്നു. അങ്ങനെ ഇപ്പൊ ഒരിടത്ത് പോയി ക്ലീൻ ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മടിയില്ല? ഇല്ല. അല്ലെങ്കിൽ സ്വയം അതിൽ ഇടപെട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യമാണുള്ളത്? എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ട്രീസും പ്ലാന്റിങ്ങും ആ ഒരു ഗ്രൂപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ്. പഠനം എങ്ങനെയുണ്ട്? പഠനത്തിൽ നല്ല? ഞാൻ ചെറുപ്പം മുതലേ ടോപ്പറാ ക്ലാസ്സിലെ. അതൊരു ഹെൽപ്പിംഗ് ഫാക്ടർ ആയിരുന്നു ഇത് നേടാൻ. ശരിക്കും വേഴ്സറ്റാലിറ്റി കാണിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവാർഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, സുപ്രഭാതത്തിന്റെ എല്ലാ ശ്രോതാക്കളുടെയും ഭാഗത്തു നിന്ന് ലിയയ്ക്ക് ഒരു വലിയ അഭിനന്ദനം നൽകുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും ഇതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കാനായി നമുക്ക് സാധ്യമാവട്ടെ. താങ്ക് യു സോ മച്ച് അങ്കിൾ. ശരി, ബൈ. ഓക്കെ അങ്കിൾ, താങ്ക് യു. സ്നേഹിതരെ, നമ്മുടെ ചോദ്യത്തിന് ഒരുപാട് പേര് ശരി